മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ കേന്ദ്ര സഹായം വൈകുന്നതിനെതിരെ പ്രക്ഷോഭത്തിനൊരുങ്ങുകയാണ് UDF. പാർലമെന്റിനകത്തും പുറത്തും പ്രതിഷേധം ശക്തമാക്കാൻ ദില്ലിയിൽ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗം തീരുമാനിച്ചു. നാളെ MP ആയി സത്യപ്രതിജ്ഞ ചെയ്യുന്ന പ്രിയങ്ക ഗാന്ധി ശനിയാഴ്ച വയനാട്ടിലെത്തും. അതേസമയം ടൗൺഷിപ്പ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയതിനെതിരെ അട്ടമല നിവാസികൾ മേപ്പാടി പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിച്ചു. 25 കുടുംബങ്ങളെ ഗുണഭോക്താക്കളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന് മേപ്പാടി പഞ്ചായത്ത് ഉറപ്പു നൽകിയതോടെ ദുരന്തബാധിതർ പഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ പ്രതിഷേധം അവസാനിപ്പിച്ചു. വയനാട് ദുരിതാശ്വാസം വൈകുന്നത് അങ്ങേയറ്റത്തെ ആശങ്കാജനകമായ കാര്യമാണ്. ഇത്തരമൊരു നയം ഒരു കാലത്തും കേന്ദ്ര സർക്കാർ സ്വീകരിച്ചിട്ടില്ല. കാരണം ഇതുപോലെ ഒരു വലിയ ദുരന്തമുണ്ടായിട്ട് ആ ദുരന്തബാധിതരായിട്ടുള്ള ആളുകളെ ആശ്വസിപ്പിക്കാൻ യാതൊന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കാര്യക്ഷമമായി ചെയ്യുന്നില്ല എന്നുള്ള ആക്ഷേപമാണ്. സംസ്ഥാന സർക്കാരും ഇക്കാര്യത്തിൽ കുറച്ചുകൂടി ഗൗരവമായ സമീപനം സ്വീകരിക്കണമെന്ന് തന്നെയാണ്. അവരോടൊപ്പം ഞങ്ങളുണ്ട്, ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കേന്ദ്രത്തിൽ നിന്നും വാങ്ങിച്ചെടുക്കാനുള്ള എല്ലാ പരിശ്രമങ്ങൾക്കും ഞങ്ങൾ കൂട്ടായിട്ടുണ്ടാവും. പക്ഷേ അവർ കൂടെ ഉണരണം. ഇതിനകത്ത് പാർലമെൻറ്റ് സമ്മേളനത്തിൽ ഉറപ്പാണ് പ്രിയങ്ക ഗാന്ധിയുടെ ആദ്യത്തെ ഇൻ്റർവെൻഷൻ വയനാട് തന്നെ ആയിരിക്കും, വയനാട്ടിലെ ഇഷ്യൂ ആയിരിക്കും. ആദിൽ പാലോടും ദീപക് മോഹനും VS രഞ്ജിത്തുമാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ആദ്യം ആദിൽ പാലോടിലേക്ക്. അതിൽ LDF നേരത്തെ തന്നെ പ്രക്ഷോഭം പ്രഖ്യാപിച്ചതാണ്. ഇപ്പോഴിതാ UDFും വലിയ രീതിയിൽ കേന്ദ്ര സഹായം വൈകുന്നതിനെതിരെ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ്. ഏത് രീതിയിലായിരിക്കും പ്രതിഷേധ പരിപാടികൾ? ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ നേതൃത്വത്തിൽ യോഗം ചേർന്നതായിരുന്നു സോണിയാഗാന്ധിയുടെ വസതിയിൽ. എന്താണ് നേതാക്കളുടെ തീരുമാനം? വയനാട് കേന്ദ്ര സഹായം വൈകുന്നതിൽ അതിനിർണായകമായ ചില തീരുമാനങ്ങളാണ് പ്രതിഷേധങ്ങൾ സംബന്ധിച്ച് ഇന്ന് ദില്ലിയിൽ കൈക്കൊണ്ടത്. വയനാടത്തെ വിജയപത്രം കൈമാറാനാണ് വയനാട് നിന്നുള്ള പ്രതിനിധി സംഘം, പ്രധാനപ്പെട്ട മുസ്ലിം ലീഗ്, കോൺഗ്രസ് നേതാക്കൾ ദില്ലിയിലെത്തിയത്. പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലുമായി ഇവർ ചർച്ച നടത്തുകയും ചെയ്തു. ഇതിൽ ഉരുത്തിരിഞ്ഞ പ്രധാനപ്പെട്ട തീരുമാനം വയനാട് കേന്ദ്ര സഹായം വൈകുന്നതിൽ അതിശക്തമായ പോരാട്ടവും പ്രതിഷേധവും നടത്തുക എന്നുള്ളതാണ്. അത് ഏത് വിധേനെ വേണം എന്നുള്ളത് രണ്ടാം ഘട്ടത്തിൽ ആലോചിക്കും. പ്രതിഷേധം തുടരും, അല്ലെങ്കിൽ പ്രതിഷേധം ശക്തമായി നടത്തുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിനുശേഷം നേതാക്കൾ നടത്തിയ പ്രതികരണവും ആ വിധത്തിലുള്ളതായിരുന്നു. കേന്ദ്ര സർക്കാരിന് പുറമെ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ TC അടക്കം പറഞ്ഞിരുന്നു, സ്പോൺസർമാർ സഹായം വാഗ്ദാനം ചെയ്തിട്ട് അവരുമായൊരു യോഗം ചേരാൻ പോലും സംസ്ഥാന സർക്കാർ തയ്യാറായിട്ടില്ല. കേന്ദ്ര സർക്കാർ ആകട്ടെ സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് സഹായം മനഃപൂർവ്വം വൈകിപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഈ രണ്ട് കൂട്ടർക്കുമെതിരെ അതിശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കും എന്നുള്ളതാണ്. ഇതിൻ്റെ മുൻനിരയിൽ പുതിയ MP പ്രിയങ്ക ഗാന്ധി ഉണ്ടാകുമെന്നും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു. പ്രിയങ്ക ഗാന്ധി സത്യപ്രതിജ്ഞ ചെയ്ത് MP ആയി സ്ഥാനമേറ്റാൽ ആദ്യത്തെ ഇടപെടൽ പാർലമെന്റിൽ ഉണ്ടാവുക വയനാട് സഹായം നൽകണമെന്നതിനെ പറ്റിയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് KC വേണുഗോപാൽ അല്പം മുൻപ് പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിധത്തിൽ പ്രിയങ്ക ഗാന്ധിയെ മുൻനിർത്തി പ്രതിഷേധങ്ങൾക്ക് ശക്തി പകരാനും പ്രതിഷേധങ്ങൾ ആസൂത്രണം ചെയ്യാനുമാണ് കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും തീരുമാനം. അത് കേരളത്തിലും ഉണ്ടാകും, ദില്ലിയിലും ഉണ്ടാകുമെന്ന് കൂടി നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. മാത്രമല്ല LDF ഇതിനോടകം തന്നെ പ്രതിഷേധ പരിപാടികൾ നിശ്ചയിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞു. ദില്ലിയിലും സമരങ്ങൾ സംഘടിപ്പിക്കുമെന്ന് LDF നേതാക്കൾ വയനാട്ടിൽ നിന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതൊരു കൂട്ടായ സമരമാകാമായിരുന്നു എന്ന ഒരു ധ്വനി കൂടി കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് വരുന്നുണ്ട്. ഇതിനോടകം തന്നെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ, ഇടത് നേതാക്കൾ പ്രതിഷേധം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് അവരുടെ പിന്നാലെ പോകേണ്ട കാര്യമില്ല, മറിച്ച് സ്വന്തം നിലയിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോകാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നതെന്നും നേതാക്കൾ വ്യക്തമാക്കുന്നു. ഇന്ന് നിർണായകമായ യോഗമാണ് ദില്ലിയിൽ. സോണിയാഗാന്ധിയുടെ വസതിയിൽ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമായി കേരളത്തിൽ നിന്നെത്തിയ, പ്രത്യേകിച്ച് വയനാട്ടിൽ നിന്നെത്തിയ പ്രതിനിധി സംഘം, കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും നേതാക്കൾ പങ്കെടുത്ത യോഗത്തിൽ തീരുമാനങ്ങൾ വന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ TC അടക്കം IC ബാലകൃഷ്ണൻ അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ, PK ബഷീർ മുസ്ലിം ലീഗിൽ നിന്നുണ്ടായിരുന്നു. ആ വിധത്തിൽ ചർച്ചകൾ നടത്തി പ്രതിഷേധം വലിയ രൂപത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള തീരുമാനം വന്നിരിക്കുന്നു. പാർലമെന്റിനകത്ത് പ്രിയങ്ക ഗാന്ധി മുന്നിൽ നിന്ന് നയിക്കും. പുറത്താകട്ടെ കേരളത്തിലും ദില്ലിയിലും വിവിധ പരിപാടികൾ ആസൂത്രണം ചെയ്യാനുള്ള തീരുമാനവും വന്നിരിക്കുകയാണ്. വിനീത.